നമസ്കാരം. കേരള വികസന അധ്യായത്തിൽ പുതിയ ഏടാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പണ്ടൊരിക്കൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് മനുഷ്യ പറഞ്ഞതെന്ന് എല്ലാവരും ചോദിക്കുന്നു. പിണറായി വിജയനെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ മുഴുവൻ വരുന്നത്. അന്ന് പിണറായി വിജയൻ പറഞ്ഞു കോടികളുടെ തട്ടിപ്പാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയതെന്ന് പറഞ്ഞു. അതിനെതിരെ തന്നെ അന്വേഷണവും പറഞ്ഞതാണ്. എന്നാൽ അവിടെ ഉമ്മൻചാണ്ടിക്ക് നേരെയായിരുന്നു എല്ലാം. കാരണം ഉമ്മൻചാണ്ടി ശരിയായ രീതിയിലാണ് ഇതെല്ലാം തുടക്കം കുറിച്ചതെന്നാണ് അന്ന് തെളിഞ്ഞ കാര്യം. അന്ന് പിണറായി വിജയൻ വായടച്ച് പോകാനേ വഴിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത് നോക്കൂ, പിണറായി വിജയന്റെ ഈ ഒരു ഭരണകാലത്ത് വിഴിഞ്ഞം തുറമുഖം ഇത്രയും വലുതായി വന്നപ്പോൾ അത് തന്റെ ക്രെഡിറ്റായി തട്ടിയെടുക്കുകയാണ് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ച് സംസാരിക്കവെയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ തന്നെയും വെളിപ്പെടുത്തിയത്. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയത്. എന്നാൽ അപ്പോൾ തന്നെ പലയിടത്തു നിന്നും കൂകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും തന്നെ ട്രോളുകളാക്കുന്നുണ്ടായിരുന്നു. എന്താണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി തന്നെ എതിർത്ത പദ്ധതിക്കാണ് മുന്ന് മുഖ്യമന്ത്രി ആശംസാ പ്രസംഗം പറയുന്നതെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തി തന്നെയാണെന്നും വിഴിഞ്ഞത്തിലൂടെ തന്നെ ഇന്ത്യ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും തന്നെ മുഖ്യമന്ത്രി പറയുന്നു. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തി തന്നെയാണ്. പദ്ധതി പൂർത്തീകരിക്കാൻ സഹകരിച്ച് കരൺ അദാനിക്ക് മുഖ്യമന്ത്രി നന്ദി പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ലോബികൾക്കെതിരെ ഒന്നായി പോരാടിയതിന്റെ ഫലമാണെന്ന് പിണറായി വിജയൻ തന്നെ ചൂണ്ടിക്കാട്ടി. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായെന്നും ഇതിന് പിന്തുണയായി നൽകിയ എല്ലാവർക്കും കേരളത്തിന്റെ നന്ദി അറിയിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു. ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരൽ എണ്ണാവുന്ന മാത്രമേ ഉള്ളൂ എന്നും ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇതില് സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി തന്നെ കൂട്ടിച്ചേർത്തു. ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം. മദർഷിപ്പുകൾ ധാരാളമായി വിഴിഞ്ഞത്തേക്ക് എത്തുന്നുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിൽ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാം. ഇന്ന് ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഉടൻ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറുമെന്ന് മുഖ്യമന്ത്രി വിശദമാക്കി. വിഴിഞ്ഞം മദർ പോർട്ടായി മാറുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അഭിമാനിക്കാനുള്ള വക ഇവിടെ തരുന്നില്ല എന്നും തീരുന്നില്ല എന്നുമൊക്കെ ഒന്നാം ഘട്ടം മാത്രമാണെന്നും വിശദമാക്കിക്കൊണ്ട് പറയുന്നു. 4ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിശാല തുറമുഖമായി മാറും ഇത്. 2028 തന്നെ വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമായി മാറും. 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിയൊരുക്കും. അതിനു വേണ്ടുന്ന കരാർ ഒപ്പിടാൻ പോവുകയാണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. അദാനി ഗ്രൂപ്പ് പൂർണ്ണ സഹകരണത്തിന് തയ്യാറാണ്. അയൽ രാജ്യങ്ങൾക്കും അഭിമാനിക്കാൻ സാധിക്കും. വിഴിഞ്ഞം ചരിത്ര പ്രസിദ്ധമാണെന്നും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സർക്കാർ വിഴിഞ്ഞത്തിനായുള്ള പ്രയത്നിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാരിന് വിഴിഞ്ഞം തുറമുഖം അനുമതിക്കായി ശ്രമിച്ചു. 2007 VISLനെ നോഡൽ ഏജൻസിയാക്കി. 2010 തന്നെ ടെൻഡർ നടപടികൾ ശ്രമിച്ചു. അപ്പോൾ ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞ് ചിലർ ആക്ഷേപം നടത്തി. അന്ന് മൻമോഹൻ സർക്കാരിന്റെ അനുമതി നിഷേധിച്ചെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതി അനുമതി നിഷേധിച്ചിരുന്നുവെന്നും പിന്നീട് 212 ദിവസം നീണ്ട ജനകീയ സമരം LDF നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് 2013 വീണ്ടും പദ്ധതി വരുന്നത്. നാടിന്റെ കൂട്ടായ ഇച്ഛാശക്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിന്റെ ഫലമാണ് ഈ ദിനം. ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം വിഴിഞ്ഞം തുറമുഖത്തോടെ തന്നെ വർദ്ധിക്കും. വിഴിഞ്ഞം പദ്ധതി തന്നെ ഇതിനെക്കുറിച്ച് എതിർത്ത് ന്യായീകരിച്ചിരുന്നു മുഖ്യമന്ത്രി വാക്കുകൾ. അഴിമതിക്കോ ചൂഷണത്തിനോ ഉള്ള വഴിയായി വിഴിഞ്ഞം മാറരുത് എന്ന് മാത്രമായിരുന്നു LDFന്റെ എന്നാണ് അദ്ദേഹം തന്നെ വിശദീകരിച്ചത്. അതിന്റെ എല്ലാ സാധ്യതകളും അടിച്ചുകൊണ്ടാണ് തുറമുഖം സജ്ജമാക്കിയത്. തുറമുഖത്തിനായി തന്നെ അർപ്പണബോധത്തോടെ അഹമ്മദ് ദേവർകോവിൽ തന്നെ പ്രവർത്തിച്ചെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി. തുറമുഖ മന്ത്രി VN വാസവനായിരുന്നു അധ്യക്ഷൻ. ഇന്നത്തെ ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയാക്കി കണ്ടെയ്നറുകൾ ഇറക്കിയതിനു ശേഷം നാളെയാണ് സാൻ ഫെർണാണ്ടോ തീരം വിടുക. ഇതോടെ തന്നെ പ്രേക്ഷകർക്കും മലയാളി പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും അഭിമാനമായി മാറുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്.